ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഒരു റിക്വസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് അധികം ദിവസമായിട്ട് തേർഡ് പാർട്ടി റീഡിംഗ് നോക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇപ്പോൾ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഒരു ഓവറോൾ എനർജിയാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇവിടെ ആദ്യമേ തന്നെ നമുക്ക് വന്നിരിക്കുന്ന 3 മേജർ ഒറാക്കിൾ കാർഡ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അവരുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഏതൊരവസ്ഥയിലാണ് എന്ന ഒറ്റനോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. കാരണം ഇവിടെ ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ആ ഒരു കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് എനർജിയാണ്. അതുപോലെ തന്നെ സഫറിങ് ഇൻ സൈലൻസ് വന്നിട്ടുണ്ട്, മൂവിങ് ഓൺ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു തേർഡ് പാർട്ടി റീഡിങ്ങിനകത്ത് ഇത്രയധികം നിങ്ങളുടെ പേഴ്സൺ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥ ഫസ്റ്റ് ടൈമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതും ആ ഒരു ഒറാക്കിൾ എനർജിയിൽ തന്നെ അത് അത്രയും കയറി വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ വഴക്കുകൾ നടക്കുന്നുണ്ട്, ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ പരസ്പരം ഞാനെന്നുള്ള ഈഗോ നല്ല രീതിയിൽ കയറി നിൽക്കുന്നുണ്ടാവാം, വിട്ടുകൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ മത്സര ബുദ്ധി, ഏതെങ്കിലും തരത്തിലുള്ളൊരു ചീറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ പരസ്പരം ഉണ്ടെന്ന് ഉള്ള ഒരു വിശ്വാസം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തുള്ള ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി അത്ര ടേംസിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഒരു മത്സര ബുദ്ധിയിലല്ല എന്നുണ്ടെങ്കിൽ മനസ്സിനകത്ത് ദേഷ്യം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റിവെഞ്ച്, അങ്ങനെയുള്ള പല കാര്യങ്ങളോടുകൂടി പോകുന്ന ഒരവസ്ഥയായിരിക്കും. അത് നമുക്ക് വളരെ വിസിബിളായിട്ട് തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു സഫറിങ് ഇൻ സൈലൻസ് എനർജി എന്ന് പറയുന്നത് അത്രയും പെയിൻഫുൾ ആയിട്ടുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരുപാട് വിശ്വാസം അർപ്പിച്ച ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി അത്രയധികം അവർ വിശ്വസിച്ചിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും കറൻ്റ്ലി ഒരുപാട് മാനസിക ദുഃഖം ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. മാനസികമായിട്ട് നല്ല പിരിമുറുക്കത്തിലൂടെ പോകുന്ന ഒരവസ്ഥ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഒരു മൂവിങ് ഓൺ എനർജിയാണ്. തീർച്ചയായിട്ടും ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയുള്ള ഒരു ബന്ധമാണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ടൈപ്പ് ഏത് തരത്തിലുള്ളതാണെന്നുണ്ടെങ്കിലും ഈ വ്യക്തി പുറത്ത് കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരു ടൈം പീരീഡായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇതിനകത്തൊരു വിശ്വാസവഞ്ചന അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം സംഭവിച്ചിട്ടുള്ളത്. കാരണം ഇവിടെ ഒരു വഴക്ക് കാര്യങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ ആ ഒരു സഫറിങ്ങും വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു കാര്യത്തിനകത്ത് ഒരുപാട് വിഷമിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ സ്നേഹിച്ചിട്ടുണ്ടാവണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ അല്ലാതെ നമ്മളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ആ ഒരു സഫറിങ് അല്ലെങ്കിൽ അവരുടെ ഒരു പെയിനും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. എന്താണെങ്കിലും ആ ഒരു 3 മേജർ ഒറാക്കിൾസിൽ നിന്ന് നമുക്ക് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് ഒരുപാട് സ്ട്രഗിളിങ്ങിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മളിവിടെ സ്പ്രെഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആ ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത്. സോ ഇവരുടെ ഒരു ബന്ധം എന്ന് പറയുന്നത് ചിലപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നൊരു ബന്ധം അവസാനിച്ചു പോയതായിരിക്കാം, വീണ്ടും റിന്യൂ ചെയ്ത് ഇവരുടെ ലൈഫിലേക്ക് വന്ന ഒരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ എക്സ് ആയിരിക്കാം. നേരത്തെ അവർ തമ്മിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് അവസാനിച്ചൊരു സമയത്തായിരിക്കും നിങ്ങൾ തമ്മിലുള്ള ബന്ധം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പാസ്റ്റിൽ നിന്ന് വന്നൊരു വ്യക്തിയായിരിക്കാം. ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സ്കൂൾ കോളേജ് ടൈമിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി പിന്നീട് അവരുടെ ലൈഫിലേക്ക് കയറി വന്നതായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ബന്ധം അവസാനിച്ചിടത്തുനിന്ന് തുടങ്ങിയ ഒരു ബന്ധം തന്നെയാണ്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഉള്ള പേഴ്സൺസ് ഉണ്ടാവാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് അട്രാക്ഷൻ എന്നുള്ളൊരു സംഗതി വളരെ കൂടുതലായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ വളരെ പാഷനേറ്റ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് തന്നെയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇതിനകത്ത് അവർ തമ്മിലുള്ള ഒരു ആത്മബന്ധത്തെക്കാൾ ഉപരിയായിട്ട് മറ്റു പല കാര്യങ്ങൾ മുൻനിർത്തിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഒരു ട്രൂ ഫീലിങ്സ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ പാർട്ട്ണറോടായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് വ്യക്തിയോടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു മാനസികമായിട്ടുള്ള ഒരു ബന്ധത്തെക്കാൾ ഉപരിയായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്ന ആ ഒരു പാഷനേറ്റ് എനർജി തന്നെയാണ്. അതായത് നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ കൂടുതലൊരു ആലോചനയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് എടുത്തു ചാടിയ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം.
അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ കുറേ നാളുകളായിട്ട് എൻഡായി എന്ന് വിചാരിച്ചൊരു കണക്ഷൻ വീണ്ടും ലൈഫിലേക്ക് വന്നപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പോലും ഓർത്തിട്ടുണ്ടാവില്ല ഈ ഒരു പേഴ്സൺ ഇത്രയും കാര്യമായിട്ട് ആ ഒരു തേർഡ് പാർട്ടിയിലേക്ക് പോകുമെന്നുള്ളത്. അല്ലെങ്കിൽ ഒരു കാലത്ത് ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയെ കുറ്റം പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾക്കും കൂടി അറിയാവുന്ന ഒരു തേർഡ് പാർട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ. പക്ഷേ പെട്ടെന്ന് അതിനകത്തേക്ക് പോയി കൂപ്പുകുത്തി വീഴുക എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഒരു പേഴ്സൺ സഡനായിട്ട് എന്ന ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയൊരു വ്യക്തിയായിരിക്കാം. ഇപ്പോൾ നമ്മൾ ചില റിലേഷൻഷിപ്പ് പെട്ടെന്ന് ഒരു തകർച്ചയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അതിൻ്റെ ഒരു ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്ന നമുക്ക് ആ ഒരു ടവർ എനർജിയും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ചില റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതും അങ്ങനെ തന്നെയാണ്. പെട്ടെന്ന് ഒരു ദിവസം അല്ലാന്നുണ്ടെങ്കിൽ അതുവരെ ഒരു പ്ലാനിങ്ങിൽ ഇല്ലാതിരുന്നിട്ട് ചിലപ്പോൾ ഈ ഒരു വ്യക്തി അറിയുന്ന ആൾക്കാർക്ക് പോലും ഒരു അമ്പരപ്പ് തോന്നിയിട്ടുണ്ടാവാം പെട്ടെന്ന് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതുവരെ മനസ്സിലില്ലാതിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് ആ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ. അപ്പോൾ അതുപോലെയുള്ള ഒരു ബന്ധമായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൂടുതലായിട്ടും ഒരു ആലോചനയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്രാജുവലി ഉള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല. തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ചിലപ്പോൾ അന്ധമായിട്ട് ചെന്ന് വീണ ഒരു അവസ്ഥയായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ തേർഡ് പാർട്ടി ആയിരിക്കാം ഇവരെ കൂടുതലായിട്ട് പ്രേരിപ്പിച്ച ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്, അല്ലെങ്കിൽ കൂടുതലൊരു വിശ്വാസം നേടിയെടുത്തിട്ടുണ്ടാവുക നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വളരെയധികം കൺട്രോളിങ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ബന്ധമായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയെ കൺട്രോളിൽ വെക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. കൂടുതലൊരു ഫ്രീഡം അവർക്ക് കൊടുക്കാത്ത വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വളരെയധികം പൊസസീവായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും പൊസസീവ്നെസ് എന്നുള്ളൊരു ഫാക്ടർ ആണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു വ്യക്തിക്ക് ഒരുപാട് അതിർവരമ്പുകൾ വെക്കുക അല്ലെങ്കിൽ പല കാര്യങ്ങളും ചോദ്യം ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത് വളരെ ഹേർട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതുപോലെയുള്ളൊരു കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി ഇതിനകത്ത് ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഒരു എനർജിയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ പോലും തീർച്ചയായിട്ടും ഇവരുടെ സ്പ്രെഡിനകത്തും ഒരു തേർഡ് പാർട്ടിയെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരുപക്ഷെ അത് നിങ്ങളായിരിക്കാം. ഇപ്പോൾ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നല്ല ധാരണയുള്ളതാണ് ഈ ഒരു തേർഡ് പാർട്ടി എങ്കിൽ നിങ്ങളെ ചൊല്ലി ചിലപ്പോൾ അവരുടെ റിലേഷൻഷിപ്പിനകത്ത് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടാവാം. ഇനി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിൽ പുറത്തുനിന്നുള്ളൊരു വ്യക്തിയായിരിക്കാം തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫാക്ടേഴ്സ് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ മാനസികമായിട്ട് നിങ്ങളുടെ വ്യക്തി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അല്ലെങ്കിൽ സ്ട്രഗിൾസിലൂടെ പോകുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് എന്തൊക്കെ അനുഭവങ്ങൾ അവർക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മോശം സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് ആരോടും പറയാൻ കഴിയാത്ത അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്തുള്ള എല്ലാ പ്രോബ്ലംസും അവരായിട്ട് തന്നെ അനുഭവിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് വളരെ ശക്തമായിട്ട് കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഡ്സ് എനർജി വളരെ കയറി തന്നെ ഈ ഒരു സ്പ്രെഡിനകത്ത് നിൽക്കുന്നുണ്ട്. 3 ഓഫ് സോഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്, 2 ഓഫ് സോഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്, അതുപോലെ 8 ഓഫ് സോഡ്സിൻ്റെ എനർജി നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ പല കാര്യങ്ങളിലും സ്റ്റക്കായിട്ട് നിൽക്കുന്നൊരവസ്ഥ, കമ്മ്യൂണിക്കേഷൻ ശരിയല്ലാത്ത അവസ്ഥയൊക്കെയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും ഒരു പല കാര്യങ്ങളിലും ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്യണം, വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളൊരു ഉത്തരം കിട്ടുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് പല കാര്യങ്ങളിലും സംശയം ഉണ്ടാവാം. അപ്പോൾ ആ ഒരു യെസ് ഓർ നോ എന്നറിയാൻ പറ്റാതെ നിൽക്കുന്ന ഒരവസ്ഥ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു 10 ഓഫ് വൺസിൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് ഇറങ്ങിപ്പോരുകയാണ്. ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന ഒരവസ്ഥയാണ്. ആ ഒരു ഇമേജിൽ തന്നെ നമുക്ക് കാണാം, ഒരു മലമുകളിൽ നിന്നാണ് ഒരു ലേഡി നടന്നു പോകുന്നത്, എല്ലാ സാധനങ്ങളും എടുത്ത് നടന്നു പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോരാനായിട്ട് നിങ്ങളുടെ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. നേരത്തെ നമ്മൾ ആ ഒരു മെയിൻ ഒറാക്കിൾ എനർജി നോക്കിയപ്പോൾ അവിടെ മൂവിങ് ഓൺ എനർജി കണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് കിടക്കണം എന്ന് നല്ല രീതിയിൽ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ അവർ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു കൈകാല് കെട്ടിയിട്ടൊരവസ്ഥയിൽ കൂടെ പോകുന്നതായിട്ടും കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തുള്ള പ്രോബ്ലംസ് ആയിക്കോട്ടെ, കൺട്രോളിങ് ഇഷ്യൂസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇഷ്യൂസ് ആയിക്കോട്ടെ, ഇതെല്ലാം ഇവരുടെ മനം മടുപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യത്തിലൂടെ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എങ്കിലും ചില കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ സ്റ്റക്കായിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബ്ലാക്ക് മെയിലിങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നടക്കുന്നുണ്ടാവാം. കാരണം അങ്ങനെയുള്ള പ്രത്യേകിച്ച് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി ഇത്രയും മനമെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ കൂളായിട്ട് അവർക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാം. അപ്പോൾ എന്നിട്ടും അവിടെ ആ ഒരു കൈകാല് ബന്ധിച്ചൊരവസ്ഥ അല്ലെങ്കിൽ ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ മാനസികമായിട്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പോലും അതിൽ നിൽക്കേണ്ടതായിട്ടുള്ള എന്തൊക്കെയോ ഒരു സിറ്റുവേഷൻ ഈ ഒരു പേഴ്സൺ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു മാനസിക വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കുന്നതായിട്ട് നമ്മൾക്കിവിടെ കാണാനും കഴിയുന്നത്.
അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു അവസ്ഥ എന്തായിരുന്നു? അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഇപ്പോൾ തേർഡ് പാർട്ടിയോടൊപ്പം തുടരുമ്പോൾ നിങ്ങളുമായിട്ടുള്ള അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മളിവിടെ നോക്കുന്നില്ല. പ്യുവർലി ഈ ഒരു വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നൊരു വ്യക്തിയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ട് വന്ന വ്യക്തിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവരിപ്പോൾ ഒരു പാഠം പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. ഇനി ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കർമാസ് അവർ അനുഭവിക്കേണ്ടുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും ഇപ്പോൾ അവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ അവർ തമ്മിലുള്ള ആ ഒരു ആർഗ്യുമെൻറ്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈഗോ ക്ലാഷസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ആ ഒരു ഫൈറ്റിംഗ് മെൻറ്റാലിറ്റിയൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ പരസ്പര വിശ്വാസമില്ലാത്തൊരവസ്ഥ ഏത് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു കെട്ടുറപ്പെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ പരസ്പരമുള്ള വിശ്വാസമാണ് അല്ലെങ്കിൽ ട്രസ്റ്റാണ്. അപ്പോൾ അത് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് ഇറങ്ങി പോരാനായിട്ട് മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്കൊരു സ്വസ്ഥത ഇല്ലാത്ത ഒരവസ്ഥ ആയതുകൊണ്ടാണ്. അവരുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സമാധാനവും സ്വസ്ഥതയും ഇല്ലാത്തൊരവസ്ഥയാണ്. പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും അവർ തീർച്ചയായിട്ടും വളരെ സെൽഫിഷായിട്ട് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ മേ ബി നേരത്തെ ഈ ഒരു വ്യക്തിയോട് വളരെയധികം സോഫ്റ്റ് കോർണറോ അല്ലെങ്കിൽ അത്രയും താല്പര്യമൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ അവരുടെ വഴിയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം. അതായത് ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സാക്രിഫൈസ് ചെയ്തിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ പോയൊരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാളും ഇമ്പോർട്ടൻസ് ഈ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് കൊടുത്തിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് മറ്റൊരു ബന്ധത്തിലേക്കൊക്കെ പോയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു ചോയ്സിലേക്ക് നേരത്തെ ഉണ്ടായിരുന്ന ചോയ്സിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോഴുള്ള ഈ ഒരു തേർഡ് പാർട്ടി അവരൊട്ടും കൺസിഡർ ചെയ്യാത്തൊരവസ്ഥ തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒരുപക്ഷെ നിങ്ങൾ തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ്ലി ക്ലെയിം ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റേഷൻസോ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം. അല്ല ഇനി നിങ്ങളുടെ ഭാഗത്താണ് 100% ജസ്റ്റിസ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടിയുടെ തനി സ്വഭാവം മനസ്സിലാക്കണമെന്ന് നിങ്ങൾ ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യക്തികൾക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ അവരുടെ ഒരു സിറ്റുവേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പല കാര്യങ്ങളും അവർക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി റിമൂവലിനുള്ള സമയമായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ചുള്ള എല്ലാ ധാരണകളും നല്ലതുപോലെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അത്രയധികം ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിൽ തന്നെ ചിലർക്ക് ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ അറിഞ്ഞ് തിരിച്ചു വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നവരായിരിക്കും. ചിലരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, അവർ തേർഡ് പാർട്ടിയെ കൊണ്ട് തന്നെ അനുഭവിക്കണം എന്ന് വിചാരിക്കുന്നവരുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് പ്രസൻറ്റ് എനർജി നോക്കുമ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന പേഴ്സൺ എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ മാനസിക സംഘർഷങ്ങളിലേക്ക് പോകുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജി നമ്മളിവിടെ എടുക്കാത്തതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. എങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലർക്കെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയൊരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വന്നതായിട്ട് അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ പൂർണ്ണമായിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ഗ്യാപ്പിന് ശേഷം ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികൾ തന്നെയായിരിക്കണം ഈ ഒരു റീഡിംഗ് കണ്ടിട്ടുണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ എനർജി നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ ഒരു എനർജി ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു തേർഡ് പാർട്ടി റിമൂവലിനായിട്ട് ക്ലെയിം ചെയ്യുക, സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.